ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തീവ്രവാദികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിനെതിരെ വൻ പ്രതിഷേധം. നെറ്റ്ഫ്ലിക്സ് കുരുക്കിലേക്കോ? വിശദ വിവരങ്ങൾ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ജസ്റ്റ് ട്വിറ്ററിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഒരു ട്രെൻഡ് കണ്ടത്. ബോയ്കോട്ട് IC-814 ദ കാണ്ടഹാർ ഹൈജാക്ക്. അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടു. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതെന്താ അപ്പം ഇങ്ങനെ ഒരു ട്രെൻഡ്. അപ്പോൾ ബോയ്ക്കോട്ടും എന്നിട്ട് ഇങ്ങനെ ഒരു പേരും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും മൂവി ആയിരിക്കും അല്ലെങ്കിൽ സീരീസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തു, കുറച്ച് കൂടെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് കണ്ടു. പിന്നെ കുറച്ച് നെറ്റ്ഫ്ലിക്സിൽ കയറി നോക്കി, പിന്നെ കുറച്ച് ഗൂഗിളും കണ്ടു. അപ്പോൾ സംഭവം ഒന്ന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സംഭവം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു സീരീസിൻ്റെ പേരാണ് IC-814 ദ കാണ്ടഹാർ ഹൈജാക്ക് എന്ന് പറയുന്നത്. ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. 1999 24 ഡിസംബറിന്, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും, ഓർമ്മയില്ലാത്തവർ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ 1999 ഡിസംബർ 24 5 ടെററിസ്റ്റുകൾ ചേർന്ന് ഇന്ത്യൻ എയർലൈൻസ് 814 എന്ന വിമാനം ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല, സീരീസ് ആണ് ഇത്. IC-814 ദ കാണ്ടഹാർ ഹൈജാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലെന്തല്ലേ ബോയ്ക്കോട്ട് ചെയ്യാനിരിക്കുന്നതെന്ന്. സംഭവം ഇതിൽ ടെററിസ്റ്റിന്റെ പേരുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ വേറെ കോഡ് നെയിംസ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വിവാദത്തിന്റെ കാരണമായിട്ടുള്ളത്. അതായത് ടെററിസ്റ്റുകളുടെ ഒറിജിനൽ നെയിംസ് ആയിട്ടുള്ള ഇബ്രാഹിം അക്തർ, ഷാഹിദ് അക്തർ സായിദ്, സണ്ണി അഹമ്മദ് ഖാസി, സഹൂർ മിസ്ട്രി, ഷാഖിർ എന്നീ പേരുകൾ കൊടുക്കാതെ അതിന് പകരം കോഡ് നെയിംസ് ആയിട്ട് ഭോല, ശങ്കർ, ഡോക്ടർ, ബർഗർ, ചീഫ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തീവ്രവാദികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ആരോപണങ്ങൾ. അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെയാണ് ഈ സീരീസ് വിവാദത്തിലായിരിക്കുന്നത്. അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയ് വർമ്മയാണ് പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡയറക്ഷനും ആക്ടിങ്ങും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും എല്ലാം തന്നെ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കൂടിയും ചിത്രം വിവാദത്തിലായിരിക്കുകയാണ്. ചിത്രം എന്ന് പറഞ്ഞ സീരീസ് ആണ്, 6 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ആണ് വിവാദത്തിലായിരിക്കുന്നത്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിനെതിരെ സമൻസ് അയച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3 ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈജാക്കിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജയിലിൽ തടവിലായിരുന്ന പാകിസ്ഥാനി തീവ്രവാദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക്. അപ്പൊ എല്ലാവർക്കും ന്യൂസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.